നയൻതാരയുടെ ഈ അടുത്തിറങ്ങിയ സിനിമയായിരുന്നു അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ്. അപ്പോൾ ഈ സിനിമ വലിയ വിവാദങ്ങൾക്കിടയാക്കി ഹിന്ദുത്വ വികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ഈ സിനിമയ്ക്കെതിരെ വലിയ തരത്തിൽ ആക്രമണങ്ങളുണ്ടായി. അപ്പോൾ ആദ്യം ഡിസംബറിൽ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു. അതിനുശേഷം നെറ്റ്ഫ്ലിക്സിൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം വരുന്നു. അതിനുശേഷം ഹിന്ദു സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പിൻവലിക്കുന്നു. ഒപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ, പ്രധാന താരങ്ങൾ നയൻതാര അടക്കമുള്ള ആളുകൾക്കെതിരെ മുംബൈ പോലീസ് കേസെടുക്കുന്നു. അങ്ങനെ വളരെ വിവാദമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നയൻതാര ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. താൻ സ്ഥിരമായി ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആളാണ്, വിശ്വാസിയാണ്. ഈ സിനിമ കാരണം ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമാപണം എന്നുള്ളൊരു പോസ്റ്റ് നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്നലെ കാണുകയുണ്ടായി. ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാവൂദ് സാർ, നമ്മൾ നേരത്തെയും ഈ സിനിമയെക്കുറിച്ച് ഈ നെറ്റ്ഫ്ലിക്സിൽ നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചപ്പോൾ നമ്മൾ വളരെ വിശദമായി സംസാരിച്ചതാണ്. ഇപ്പോൾ നയൻതാരയുടെ ഇന്നലത്തെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ആദ്യം വിചാരിച്ചത് അയോധ്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോസ്റ്റാണ്. ജയ് ശ്രീറാം എന്നൊരു തലക്കെട്ടോടെയാണ്. അതെ അതെ അതെ, വലിയ ഫോണ്ടിൽ. അപ്പോൾ സത്യത്തിൽ ഞാൻ അത് അത്രയും സ്ട്രൈക്ക് ചെയ്ത് ശ്രദ്ധിക്കാൻ, ഈ ഇപ്പോൾ അയോധ്യ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് ഈ സിനിമക്കാരൊക്കെ പല പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ ഇതിലൊരു മാപ്പ് പറച്ചിലാണ് ഉണ്ടായത്. അതെ, അത് പിന്നെ ഓഫ് കോഴ്സ് ഈ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പലതരം വിശ്വാസങ്ങൾ, ആചാരങ്ങളും ഉള്ളൊരു രാജ്യമാണ്. വിവിധ മതസമൂഹങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഏത് സമൂഹത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ വൈകാരികതകളെ അല്ലെങ്കിൽ മതപരമോ സാംസ്കാരികമോ ഭാഷാപരമോ എന്തോ ആയിട്ടുള്ള എന്താ പറയുക മാനബിന്ദുക്കൾ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളില്ല, അവയെ ഹേർട്ട് ചെയ്യാതിരിക്കുക, മോശമാക്കാതിരിക്കുക എന്നുള്ള എല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അത് പാലിക്കുന്നത്, അതിനെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ പരിഹസിക്കുന്ന സ്വഭാവത്തിൽ സംസാരിക്കുക, അതൊക്കെ എന്തോ ഭയങ്കരമായ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, പുരോഗമന പ്രവർത്തനമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ മാനിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നയൻതാരയുടെ ഈ അന്നപൂരണി ആ സിനിമയുടെ കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇത് തിയേറ്ററിൽ ഓടിയപ്പോൾ വികാരങ്ങളെ ഒന്നും അത് വ്രണപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഏതോ 1-2 ആളുകളുടെ വികാരമൊക്കെ വ്രണപ്പെടണ്ടേ. നെറ്റ്ഫ്ലിക്സിലെത്തിയപ്പോൾ പെട്ടെന്ന് വികാരം വ്രണപ്പെട്ടു. അപ്പം അതിനകത്ത് അത് മതപരമായ എന്തെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ല, അതൊരു രാഷ്ട്രീയമാണ്, തികച്ചും രാഷ്ട്രീയമാണ്. എന്ന് വെച്ചാൽ അവർ ബിരിയാണി, ഒരു ബ്രാഹ്മിൻ കുടുംബത്തിൽ ജനിച്ച കുട്ടി, അവരുടെ ആഗ്രഹം എന്താണ്? ഷെഫാകണം എന്നാണ്. അപ്പോൾ ഷെഫാകണമെങ്കിൽ പലതരം ഭക്ഷണങ്ങൾ പരീക്ഷിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അവർ നോൺ വെജിറ്റേറിയൻ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ബിരിയാണി വെക്കുന്നു, ഒരു പൂജാരിയുടെ മകളാൽ ബ്രാഹ്മിൻ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ബിരിയാണി വെക്കുന്നു. പിന്നെ അവർക്ക് സുഹൃത്തായിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം പയ്യനാണ്. ഇവൾ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ, ആ സമയത്ത് പുള്ളിക്കാരനാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മതവികാരങ്ങൾ വ്രണപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ തങ്ങൾക്ക് ഒരർത്ഥത്തിൽ ഉത്തരേന്ത്യൻ, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ സിനിമ ഈ സൗത്ത് ഇന്ത്യയിലായിരിക്കും തിയേറ്ററിൽ കളിച്ചിട്ടുണ്ടാവും. ഈ OTT-ലെത്തിയപ്പോഴായിരിക്കും ഉത്തരേന്ത്യയിൽ, അപ്പോഴായിരിക്കും വികാരം വ്രണപ്പെട്ടിട്ടുണ്ടാകും. കാരണം അവിടെയാണല്ലോ ഈ മാംസം ബിരിയാണിയൊക്കെ വലിയ പ്രശ്നമാകുന്നത്. അപ്പോഴാണ് തുരുതുര മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര, അവിടെയും ഇവിടെയൊക്കെ കേസ് വരുന്നു. കേസ് വന്ന വലിയ പണിയാണ് രശ്മ. ഇത് ഓർമ്മയുണ്ടാവും, നമ്മൾ MF ഹുസൈൻ നാട് വിട്ടുപോയത്. MF ഹുസൈൻ നാട് വിട്ടുപോയത് ഈ കേസൊക്കെ അറ്റൻഡ് ചെയ്യാൻ, ഇതിനൊക്കെ വക്കീലന്മാരെ വെക്കാനും ഹാജരാകാനൊക്കെ വന്ന ജീവിതം കുഴഞ്ഞു പോകുന്നത്. പുള്ളി നാട് വിട്ട് ഖത്തറിലേക്ക് പോയില്ലേ, അവിടെയാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളൊരു ഇന്ത്യൻ പെയിൻറ്റർ. ഓക്കെ, അവർ കേസ് വരുന്നു. നെറ്റ്ഫ്ലിക്സ് അവർക്ക് പറഞ്ഞ ഒരു ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ്, അവിടെ ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഏറ്റുമുട്ടുന്ന കച്ചവടം നടക്കുക എന്നുള്ളതല്ലാതെ എന്തോ ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെ ഘനഗംഭീരാക്കി കളയാം എന്നുള്ള സംഗതിയൊന്നും അവർക്കുണ്ടാവില്ലല്ലോ. അവർ പിൻവലിക്കുന്നു. ഇന്നലെ ഇവരുടെ മാപ്പ് വരുന്നു. അത് ഞാൻ ആദ്യം ഒരു ട്രോളാന്ന് തോന്നിപ്പോകട്ടോ. കാരണം ഓം എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുകയാണ്. മാപ്പപേക്ഷയുടെ മേലെ വലുതായിട്ട് ഓം എഴുതുന്നു, പിന്നെ ജയ ശ്രീറാം എഴുതുന്നു. എൻ്റെ ചെറിയ ഫോണ്ടിലാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഗതികേടാണ്. തമിഴ്നാട്ടിലാണല്ലോ, തമിഴ്, തെലുഗു, മലയാളം സിനിമകളിലാണ് നയൻതാര കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോലും സർവൈവ് ചെയ്യണമെങ്കിൽ
ഇങ്ങനെ മാപ്പ് പറയേണ്ടി വരുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനേക്കാൾ ഗംഭീരമായൊരു മാപ്പ് ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ ദ വീക്ക് എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയുടെ ഒരു ഇംഗ്ലീഷ് വാരികയുണ്ട്. അവർ കഴിഞ്ഞ വർഷം 2023 അവർ എന്താണ് സ്പിരിറ്റ് ഓഫ് ഫോർ ഗിവിങ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കാണാൻ പറ്റും. ഓഗസ്റ്റ് 2023 സ്പിരിറ്റ് ഓഫ് ഫോർ ഗിവിങ്. എന്ത് സംഭവം അറിയോ? ഒന്നും ഭയങ്കര ഫിലോസഫി ഒന്നുമല്ല. ഇവരുടെ മാസികയിൽ അവർ കാളിയുടെ ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുന്നത്. അവരതിനെക്കുറിച്ച് പറഞ്ഞ ഗെറ്റ് ഇമേജസ് ഇന്നെടുത്തതാണ്. അപ്പോൾ ഈ ബജ്റംഗ് ദളിൻ്റെ വികാരം വ്രണപ്പെട്ടു. അപ്പോൾ അവർ കേസ് കൊടുക്കുക, ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് ഈ വീക്കിൻ്റെ എഡിറ്റർ, അതിൻ്റെ എഡിറ്ററും അതിൻ്റെ ബ്യൂറോ ചീഫ്, വീക്കിൻ്റെ ഏറ്റവും മുതിർന്ന 3 അതിൻ്റെ ഒഫീഷ്യൽസ് ഒരു മാപ്പ് കത്ത് എഴുതിയിട്ട് ഈ നയൻതാരയുടെ അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയല്ല ചെയ്തു. ഈ കത്തുമായിട്ട് ബജ്റംഗ് ദളിൻ്റെ ആഫീസിൽ പോയിട്ട് ബജ്റംഗ് ദളിൻ്റെ കൺവീനർക്ക് ഈ കത്ത് കൈമാറുകയാണ്. ആ കത്ത് കൈമാറുന്നൊരു ഫോട്ടോ സെഷനാണ്. ആ ഫോട്ടോ വീക്കിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഞങ്ങൾ അവിടെ പോയി ബജ്റംഗ് ദളിൻ്റെ കൺവീനർക്ക് ഈ മാപ്പ് കത്ത് കൈമാറിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് സ്പിരിറ്റ് ഓഫ് ഫോർ ഗിവ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടായിട്ട് വരുന്നത്. അതൊരു ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു മാധ്യമ സ്ഥാപനത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നയൻതാര എന്ന് പറയുമ്പോൾ ഞാൻ ഡയാന കുര്യൻ തോമസ് അല്ല, ഡയാന എന്ത് തോമസ് അല്ല, ഡയാന മറിയമല്ല, ഞാൻ നയൻതാരയാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ ഗതികേടായിട്ട് കണ്ടാൽ മതി. യെസ്, അജുൻസ്, നയൻതാര എന്ന് പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ ഒരു ബ്രാൻഡാണ്, ആ പേര് തന്നെ. കാരണം അത്രയും ഫാൻ ബേസ് ഉള്ള സൂപ്പർ സ്റ്റാർ നയൻതാര എന്നാ പറയുന്നത്. അങ്ങനെ ഒരു യെസ്, സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാറുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേര് കിട്ടിയ നായികമാർ കുറവാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഒരു നയൻതാരയ്ക്ക് പോലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഈ ആളുകളെ കൺവിൻസ് ചെയ്യേണ്ട ഒരു സ്ഥിതി വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നയൻതാരയുടെ സിനിമകൾ ഈ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഓടുന്നത്. അപ്പോൾ ഇത് തമിഴ് ചിത്രമാണ്, അത് നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോഴാണ് ഉത്തരേന്ത്യയിൽ കണ്ടത്. പക്ഷേ ഉത്തരേന്ത്യയിലും സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ് നയൻതാര. നയൻതാരയുടെ സിനിമകൾ, ഡബ് ചെയ്ത സിനിമകളൊക്കെ ഉത്തരേന്ത്യയിൽ ധാരാളമായിട്ട് ഓടുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തമിഴ്നാടായതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ആ സിനിമ ഓടി, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അതിലേറ്റവും എന്താണ് ഈ കോൺട്രവേഴ്ഷ്യലാണ് എന്ന് പറയുന്ന ഒരു കാര്യം ദൗസായോട് വിശദീകരിച്ചു. അതായത് നയൻതാര ഷെഫാവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഭക്ഷണം തയ്യാറാക്കുന്നതിൽ വിമുഖത കാണിക്കുമ്പോൾ സുഹൃത്തായ ആൾ ഉപദേശിക്കുകയാണ്, നീ ഒരു ഹിന്ദു സുഹൃത്തായ ഫർഹാൻ അത് നോട്ട് ചെയ്യണം. അതായത് അതിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ഭക്ഷണം കഴിക്കണോ വേണ്ടോ എന്നുള്ളത് നിൻ്റെ ചോയ്സാണ്. വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ കഴിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. പക്ഷേ ഒരു ഷെഫാകുമ്പോൾ ഇതിനാണ് നമ്മൾ കുക്ക് ചെയ്യണം. ഇനി കുക്ക് ചെയ്യുന്നതിൽ നിൻ്റെ മതപരമായ വിശ്വാസങ്ങൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ വേദഗ്രന്ഥങ്ങൾ വായിക്കൂ, വാൽമീകി രാമായണം വായിക്കൂ. വാൽമീകി രാമായണത്തിൽ രാമനും സീതയും ഒക്കെ ഇത് കഴിച്ചിട്ടുണ്ട് എന്ന് വാൽമീകി രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കുക്ക് ചെയ്യുന്നതിൽ നിനക്ക് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മതവികാരം ഗുണപ്പെടുത്തുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് എന്താണ്, മാംസഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഹിന്ദു റിലീജിയസ് ബിലീഫ് അനുസരിച്ച് ഒരു പാപമാണോ? ഇന്ത്യയിലെ ആ മതവിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ഈ നോൺ വെജ് കഴിക്കാത്തവരാണോ? അല്ലല്ലോ. ഇന്ത്യയിലെ 80% മനുഷ്യരും, 140 കോടി മനുഷ്യരിൽ 80% മനുഷ്യരും നോൺ വെജാണ്. നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ്. വളരെ ചുരുക്കം ആൾക്കാരാണ്. പ്രത്യേകിച്ചും രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്ന് പറയുന്ന ആ ബെൽറ്റിൽപ്പെട്ട കുറച്ച് ആളുകൾ മാത്രമാണ്. അവിടെയാണ് കുറച്ച് ഭൂരിപക്ഷം വെജിറ്റേറിയൻസ് ഉള്ളത്. ബാക്കി ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളിലെ ബഹുഭൂരിഭാഗം ആളുകളും മജോറിറ്റി നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് അത് വികാരത്തെ വ്രണപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതൊരു മതവികാരത്തെ വ്രണപ്പെടുന്ന എന്തെങ്കിലും ഒരു പരാമർശം അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാപ്പ് പറയേണ്ടതാണ്. കാരണം അത്തരം സെൻറ്റിമെൻ്റൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യത്ത് കുഴപ്പമുണ്ടാകുന്നത് ശരിയായ രീതിയല്ല. പക്ഷേ ഇതിനെന്തിനാണ് മാപ്പ് പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു യുക്തിയില്ലായ്മ. ഇത് രേഷ്മ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഹിന്ദു സംഘടനകളുടെ പരാതിയല്ല. VHP അത് അങ്ങനെ തന്നെ പറയണം. അതൊരു ഹിന്ദുത്വ സംഘടനയാണ്. VHPയെ കുറിച്ച് അമേരിക്കയുടെ റിലീജിയസ് ഫ്രീഡം കമ്മിറ്റി നിരന്തരം അവരുടെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. VHPയെ കുറിച്ചും അവരുടെ സായുധ വിഭാഗമായ ബജ്റംഗ് ദളിനെ കുറിച്ചും അവരുടെ അമേരിക്കയിലെ ഫ്രാഞ്ചൈസിയായ AHP എന്താണ് HVP അങ്ങനെ അതായത് ഈ 3 സംഘടനകളെക്കുറിച്ചും അമേരിക്കയുടെ റിലീജിയസ് ഫ്രീഡം കമ്മിറ്റി, അവർ അമേരിക്കൻ കോൺഗ്രസ് നൽകുന്ന എല്ലാ വർഷത്തെ റിപ്പോർട്ടിലും ഇവരെ പറ്റി പറയുന്നുണ്ട്. ഇവരിൽ ഭയങ്കരമായ കുഴപ്പക്കാരാണ്, ഇവരെ ടെററിസ്റ്റുകളായി ഡിനോമിനേറ്റ് ചെയ്തെടുത്താണ് അമേരിക്കയിൽ വേണമെന്ന് ആവശ്യം. അത്തരം ഒരു സംഘടന കൊടുക്കുന്ന പരാതിയിലാണ് കേസെടുക്കുന്നത്. ആ കേസെടുക്കുന്നതിനെ തുടർന്നാണ്
ഈ സിനിമ പിൻവലിക്കുന്നത്. അതിനോടാണ് നയൻതാര മാപ്പ് പറയുന്നത്. പക്ഷെ നയൻതാര മാപ്പ് പറയുന്നത് നിവൃത്തികേടാണ്, വേറെ നിവൃത്തിയില്ല. കാരണം അവരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അവർ എന്താണ് വൾണറബിളാണ്. ഒന്ന്, സ്ത്രീയാണ്, ഇന്ത്യൻ സാഹചര്യത്തിലൊരു സ്ത്രീയാണ്. രണ്ട്, അവർ കൺവേർട്ട് ചെയ്തൊരു സ്ത്രീയാണ്. അതായത് അവർക്ക് അവരുടെ നിലവിലുള്ള മതവിശ്വാസം നിരന്തരം തെളിയിക്കണം. അതുകൊണ്ടാണ് ഓം വലുതാക്കി എഴുതി വയ്ക്കുന്നത്. ജയ് ശ്രീറാം വിളിക്കുന്നത് അതുകൊണ്ടാണ്. നിരന്തരം പറയണം. കാരണം ഞാൻ എന്താണ്, ഇതാണ് ദയാനല്ല, ഞാൻ നിരന്തരം ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണെന്ന് അവർക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം അവരുടെ സ്റ്റാർഡം. അത് ഞാൻ പറയുന്നില്ല, അത് ബിസിനസ്സാണ്. തമിഴ്നാട്ടിൽ അത് പ്രശ്നമായിരിക്കില്ല. പക്ഷേ അവർക്ക് ഓൾ ഇന്ത്യ വ്യൂവേഴ്സ് ഉള്ളൊരു വലിയ നടിയായതുകൊണ്ട് അവർക്ക് ഭാവിയിൽ മറ്റ് കമ്പനികൾ വന്ന് ഇവരുമായി ടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഈ മാപ്പ് പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അവർ മാപ്പ് പറയേണ്ടത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവവികാസങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് അവിടുത്തെ ഡെമോക്രസി ഇൻഡെക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രശ്നം. ലോകം കാണട്ടെ. ശരി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നമ്മൾ എപ്പോഴും നടത്തുന്നതാണ്. പക്ഷേ നയൻതാരയ്ക്ക് മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ്. ആ സാഹചര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. നിരന്തരം ഇനിയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ്.